ഹായ് കൂട്ടുകാരെ, അസ്സലാണ്. എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ് കൂട്ടുകാരെ ഇന്നലത്തെ മാതിരി ഇന്നും നമ്മൾ വൈകുന്നേരം റണ്ണിങ്ങിന് ഇറങ്ങാണ് കൂട്ടുകാരെ. നമ്മൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ യൂട്യൂബും ഒന്ന് സെറ്റാക്കണ്ട, നമ്മളെ പേജ് ഒന്ന് ക്ലിക്ക് ആക്കണ്ടേ. അതിനും വേണ്ടിയിട്ട് നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങാൻ തയ്യാറാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഫാമിലി മെമ്പേഴ്സായി ഒപ്പരം കൂടാം. നല്ല നല്ല വീഡിയോ വരും, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് റണ്ണിങ്ങിന് ഇറങ്ങല്ലേ, പോയി നോക്കുക. ഇന്നലെ ഇതേ സമയത്ത് നമ്മൾ 6 റൗണ്ട് റണ്ണിങ് ഓടി കംപ്ലീറ്റ് ആക്കി. ഇന്ന് ഇതേ സമയത്ത് 12 റൗണ്ടാണ് ഓടാൻ വിചാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ സ്പോർട്സിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നവനാണ്. സ്പോർട്സ് പരമായി ഷട്ടിലാകട്ടെ, അതുപോലെ തന്നെ ഫുട്ബോളാകട്ടെ, റണ്ണിങ് ആവട്ടെ, വാക്കിംഗ് ആകട്ടെ, നല്ല നല്ല എനിക്കിഷ്ടപ്പെട്ട എല്ലാ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടുന്നുണ്ട്. അത് എനിക്ക് വലിയ സന്തോഷം തന്നിട്ടുണ്ട്, ഓരോ നിമിത്തങ്ങളും ഓരോ സമയങ്ങളും. കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ, ജീവിതത്തിൽ നന്മകളോ സ്പോർട്സ് പരമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുക. പ്രായമാകും തോറും നമ്മൾ കസാലയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും നിർവഹിച്ചതൊക്കെ ഓർത്തുകൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു വലിയൊരു നിമിത്തമാകും ഈ കാരണങ്ങളൊക്കെ. അപ്പം നമുക്ക് 12 റൗണ്ട് ഓടിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അറിയിക്കാം. പ്രത്യേകിച്ച് നിങ്ങളോട് ഉണർത്താനുള്ളത്, കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്പോർട്സിനൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഓട്ട മത്സരത്തിനൊക്കെ പങ്കെടുക്കുകയെന്ന് വെച്ചാൽ. ഇതുവരെ എനിക്ക് സ്പോർട്സിൽ ഒരു മെഡലും കിട്ടിയില്ല. അതുകൊണ്ട് എന്നാലും എൻ്റെ സ്പോർട്സിനെ ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. സ്പോർട്സ് പരമായി ഫുട്ബോളിന് ഞാൻ റണ്ണിങ്ങിന് ഇറങ്ങും, അതുപോലെ തന്നെ വാക്കിങ്ങിന് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ചെയ്യുക, നല്ലത് സന്തോഷങ്ങൾ നേടുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, പോയി നോക്കുക കൂട്ടുകാരെ. അങ്ങനെ പതിവ് പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ കംപ്ലീറ്റ് ആക്കി റണ്ണിങ്. 7 റൗണ്ട് ആക്കിയിട്ടുള്ളൂ, ഞാൻ 12 റൗണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു സെക്യൂരിറ്റിനെ ഓടിപ്പിച്ച് ഒരു രക്ഷയില്ല. നമ്മൾ ഇന്നലെ രാത്രി 7:30 വരെ നമ്മൾ റണ്ണിങ്ങിലായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നടന്നു തന്നെ പോകുന്നത്, ഒരുപാട് ഓടിയിട്ടും. എന്നിട്ട് കുളിച്ച് സെറ്റായി, എന്നിട്ടൊന്ന് ഫാനൊക്കെ കൊണ്ട് വേറെ വൈബായി ചില്ലായി കിടന്നു. കൂട്ടുകാരെ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളുള്ള ആൾക്കാരൊക്കെ, നല്ല ഫാറ്റൊക്കെ ഉള്ള ആൾക്കാർ റണ്ണിങ്ങിന് ഇറങ്ങിക്കോളി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അവനാൻ്റെ ജീവിതത്തിൽ അവനാന് സന്തോഷം ഉണ്ടാകുന്നത്, അവനാന് രോഗമില്ലാതെ ബോഡി സംരക്ഷിക്കാൻ പൂതിയുള്ളവരൊക്കെ റണ്ണിങ്ങിന് ഇറങ്ങിക്കോളി. റണ്ണിങ് വേറെ വൈബാണ്. അത് സ്കെൽറ്റായ ആൾക്കാർ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. അത് മൂക്കിൽ കൂടെ ശ്വാസങ്ങൾ വിടുക, വായിലൂടെ ശ്വാസം വിടരുത്, നമ്മളെ തടി കുറയും. അപ്പം നേരെ മറിച്ച് ഫാറ്റായ ആൾക്കാർ എന്ത് ചെയ്യുക, വായിലൂടെ ശ്വാസം വിടുക, മൂക്കുകൂടെ പിടിച്ചു വെക്കുക. അപ്പം മൂക്കുകൂടെ വിടണ്ട തടിച്ചുള്ള ആൾക്കാർ. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എന്നിട്ടൊക്കെ ഒന്ന് കിടന്നുറങ്ങി നോക്കി, വേറെ വൈബായിരിക്കും കൂട്ടുകാർ. അപ്പം ഇന്നും പതിവ് പോലെ തന്നെ നമ്മൾ കോഫി ഉണ്ടാക്കി കുടിച്ച് ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് കറങ്ങി പോന്നാലോ, പോയി വെക്കാം. എന്നാൽ ശരി, നല്ല വീഡിയോ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.